ഹായ്, എല്ലാവർക്കും ഒരു വലിയ ഹായ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ ഒരു ടാപ്പ്, ഒരു അലക്കുകല്ലിന് ഒരു ടാപ്പ് വേണമെന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം അതിനെന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ പരിചയപ്പെടാം. PVCൻ്റെ ടാപ്പാണ്. അപ്പോൾ കണക്ഷൻ വന്നിരിക്കുന്നത് PVCൻ്റെയാണ്. ഒരിഞ്ച് കണക്ഷനാണ് വന്നിരിക്കുന്നത്, PVC ലൈൻ. ഇത് 3/4 കര PN60 എൽബോ, 1 ഇഞ്ചിൻ്റെ T ജോയിൻറ്റ്. പിന്നെ സോൾവെൻ്റ് ഉണ്ട്, PVCയുടെ സോൾവെൻ്റ്. 1/4 റെഡ്യൂസർ. പിന്നെ 4 കര നിപ്പിൾ. ഒരു 1/2 ഇഞ്ചിൻ്റെ കപ്ലിംഗ്, GI കപ്ലിംഗ്. പിന്നെ 1 ഇഞ്ചിൻ്റെ ക്ലാമ്പ് ഉണ്ട്, കോൺക്രീറ്റ് ആണിയുണ്ട്. സീലിംഗ് ടേപ്പ്, ടെഫ്ലോൺ ടേപ്പ് എന്നൊക്കെ പറയും. സീലിംഗ് ടേപ്പ് ലീക്ക് വരാതിരിക്കാനാണ്. അതുപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ പൈപ്പുണ്ട്, 3/4 ഇഞ്ചിൻ്റെ ഒരു ചെറിയ തുണ്ട് പൈപ്പുണ്ട്, ഒരു ടാപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. അറിയാത്ത കൂട്ടുകാർക്കും അതുപോലെ തന്നെ പ്ലംബർമാരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒരു ടാപ്പ് സെറ്റ് ചെയ്യണത് നമുക്ക് പഠിക്കാം. T ജോയിൻ്റ് ഇങ്ങനെ നമുക്ക് പൈപ്പിലോട്ട് എവിടെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അളവെടുത്ത്, ഇപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. പിന്നെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൂർച്ചയൊന്നുമില്ല. അതാ കട്ട് ചെയ്ത് നമ്മൾ പകുതി ആയിട്ടുണ്ട്. ഞാൻ അടിയിൽ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ടിന് വേണ്ടി ഞാൻ ഉളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ T ജോയിൻ്റ് ഇങ്ങനെ വെച്ചിട്ട് അളവെടുക്കാം. T ജോയിൻറ്റിൻ്റെ മോൾ വശം കയറുന്ന ഭാഗം അത്രയ്ക്ക് വേണം നമുക്ക് ഇനി കട്ട് ചെയ്ത് മാറ്റാൻ. ഏകദേശം ഇത് ഇത്രയ്ക്ക് കണ്ടില്ലേ, ഇത്രയ്ക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, വിരൽ വെച്ച അത്രയ്ക്ക്. അപ്പോൾ നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. താഴെ സപ്പോർട്ട് വെച്ചിട്ട് കട്ട് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ? ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി മുകളിൽ കാണുന്ന ആ പെയിൻറ്റ്, പൈപ്പിലൊക്കെ പെയിൻ്റ് ഉണ്ടാകും, അത് നിന്നാൽ ഭയങ്കര ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. അത് കാരണം അത് ഞാനൊന്ന് ബ്ലേഡിൻ്റെ മറുവശം വെച്ചിട്ട് ചുരണ്ടി കളയാണ്. എന്നാൽ ചുരണ്ടി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊന്ന് നന്നായി തുടച്ചു കൊടുക്കുക. നന്നായി വൃത്തിയായിട്ട് പൈപ്പിൻ്റെ ചുറ്റും തുടച്ചു കൊടുക്കുക. കാരണം ചെറിയൊരു പീസ് നിന്നാൽ പോലും ലീക്കേജിന് ചാൻസ് കൂടുതലാണ്. ഞാൻ വൃത്തിയായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി T ജോയിൻറ്റിൻ്റെ ഒരു ഭാഗം PVCൻ്റെയാണ്. T ജോയിൻറ്റിൻ്റെ ഒരു ഭാഗം, ഈ 2 ഭാഗങ്ങളിലെ 2 സൈഡിൽ ഏതെങ്കിലും സൈഡ്, മോൾ സൈഡ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഈ ഭാഗത്താണ് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സോൾവെൻ്റ് ഉപയോഗിച്ച് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലീക്കേജ് വരാതിരിക്കാൻ നന്നായി പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പൈപ്പിൻ്റെ ഒരു ഭാഗം അതും നന്നായിട്ട് പേസ്റ്റ് ചെയ്യുക. ചുറ്റും പൈപ്പ് പൊക്കിയിട്ട് ചുറ്റും പേസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനത് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുകളിലോട്ടാണ് ടാപ്പ് വേണ്ടത്, അത് കാരണം ഞാൻ മുകളിലോട്ട് ഒട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ ഭാഗമാണ്. ഈ ഭാഗത്ത് നമുക്ക് നന്നായിട്ട് അതേപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡ് വലിച്ചൊട്ടിക്കണം. അത് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് വലിച്ചൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് ചെയ്യേണ്ടത് മുകൾ വശത്തേക്കാണ്. അത് കാരണം തന്നെ മുകൾ ഭാഗത്തേക്കുള്ള ലൈൻ നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് എത്ര
നീളമാണോ പൈപ്പിൻ്റെ ഹൈറ്റ് വേണ്ടത് അത്രയും നീളത്തിൽ നമുക്ക് പൈപ്പ് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ പൈപ്പ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലേഡ് കുറച്ച് മൂർച്ച കുറവായതുകൊണ്ട് കുറച്ച് പതുക്കിയാവുള്ളൂ. ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഹൈറ്റ് നോക്കിയിട്ട് ഞാൻ ഏകദേശം ഒരു മീഡിയം ഹൈറ്റിൽ അലക്കല്ലേ, അപ്പോൾ അതൊരു സാധാരണ ഒരു ബക്കറ്റ് ഒരു കുടമൊക്കെ വയ്ക്കുന്ന രീതിയിലാണ് ഹൈറ്റിലാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൈപ്പ് ആവശ്യത്തിന് കട്ട് ചെയ്യുക. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്ത ഭാഗം മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതിനായിട്ട് നന്നായി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? നന്നായിട്ട് സോൾവെൻറ്റ് ടീയുടെ മുകൾ ഭാഗത്തും തേച്ച് കൊടുക്കുക. നന്നായി തേച്ച് കൊടുക്കുക. പേസ്റ്റ് കുറഞ്ഞാൽ ചിലപ്പോൾ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നന്നായിട്ട് തേച്ച് കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് പൈപ്പ് നമ്മൾ പേസ്റ്റ് ചെയ്ത ഭാഗം താഴോട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്ത് ഫുള്ളായി കയറിയതിന് ശേഷം നമ്മളൊരു 5 സെക്കൻഡോ 10 സെക്കൻഡോ പൈപ്പ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ മുകളിലോട്ട് റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് 1:3 റെഡ്യൂസറാണ് ഇനി അടുത്ത ഒട്ടാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായി പേസ്റ്റ് ചെയ്ത് അത് ഞാൻ ഒട്ടിച്ച് നന്നായി പ്രസ് ചെയ്ത് പിടിച്ചു. ഇനി നമുക്ക് അതിന് മുകളിൽ ഒട്ടിക്കേണ്ടത് 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഇതൊരു പഴയ പൈപ്പ് തുണ്ടാണ്, വേസ്റ്റ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഇതും കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഞാൻ അത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുകളിലോട്ട് റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് PN60 എൽബോ. ഒരു സൈഡ് 1/2 ഇഞ്ചും ഒരു സൈഡ് 3/4 ഇഞ്ചുമാണ്. അപ്പോൾ 3/4 ഇഞ്ചിൻ്റെ ഭാഗം പൈപ്പിലോട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഏത് ഭാഗത്തേക്കാണോ വേണ്ടത് ആ ഭാഗത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തത് നമ്മൾ നിപ്പിളാണ് എടുക്കാൻ പോകുന്നത്. നിപ്പിൾ എടുക്കുക. നിപ്പിളിൻ്റെ 2 സൈഡും ത്രെഡായിരിക്കും 1/2 ഇഞ്ചിൻ്റെ. അപ്പോൾ അതിൽ ഏത് സൈഡാണോ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് ത്രെഡുള്ള ഭാഗം ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് നന്നായിട്ട് നീളം കൂടാൻ വേണ്ടിയിട്ടാണ് ഈ നിപ്പിൾ ഉപയോഗിക്കുന്നത്. നീളം വേണ്ടാത്തവർ അത് ഉപയോഗിക്കേണ്ട. നിപ്പിളിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് സീലിംഗ് ടൈപ്പ് അടിക്കണം, ടെഫ്ലോൺ ടൈപ്പ് ചുറ്റി കൊടുക്കുക. ഇതൊരു മീഡിയത്തിന് ചുറ്റിയാൽ മതി, ഒരു ആവശ്യത്തിന് ചുറ്റിയാൽ മതി. ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേപ്പ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലെ ചുറ്റി കൊടുക്കുക. ഒരു മീഡിയം ചുറ്റിയാൽ മതി, ഒരുപാടും കുറഞ്ഞു പോകരുത്. ഒരു മീഡിയത്തിന് ചുറ്റുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ 1/2 ഇഞ്ചിൻ്റെ ത്രെഡിൻ്റെ ഭാഗത്തിലേക്ക് ഇത് നന്നായി ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ ക്രോസ് വരാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ ഫ്രീ ആയിട്ട് കയറിപ്പോണം. ക്രോസ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അത് കാരണം കൊണ്ട് ക്രോസ് വരാതെ തിരിച്ച് കൈ കൊണ്ട് പരമാവധി ഫുള്ളായിട്ട് തിരിച്ച് ടൈറ്റ് ചെയ്യുക. ഞാൻ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിൻ്റെ കപ്ലിംഗ് എടുത്തിട്ടുണ്ട്. കപ്ലിംഗ് 1/2 ഇഞ്ചിൻ്റെ 2 ഭാഗത്ത് ത്രെഡ് ഉണ്ടാകും. അതിൽ ഏതെങ്കിലും ഒരു ഭാഗം നിപ്പിളിൻ്റെ മറുവശത്ത് ഈ കാണുന്ന ഭാഗത്ത് ടെഫ്ലോൺ ടേപ്പ് അടിച്ചതിന് ശേഷം അത് വെച്ച് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഉണ്ടല്ലേ? അതേപോലെ തിരിപ്പിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി ടൈറ്റ് ചെയ്യുക. മാക്സിമം ടൈറ്റ് ചെയ്യുക. കൈ കൊണ്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്താലും മതി. പൈപ്പ് റിഞ്ചുള്ളവർ
പൈപ്പ് റിഞ്ച് ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബലം കാണിക്കരുത്, പൈപ്പ് പൊട്ടിപ്പോവും. ഇത് മീഡിയം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്ക് ടാപ്പ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്താണ് ടാപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ടാപ്പിൽ നമുക്ക് ഇതേപോലെ തന്നെ സീലിംഗ് ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിയിട്ട് ടാപ്പ് അതുപോലെ ക്രോസ് വരാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതും ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്തരുത്, ഒരു മീഡിയം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. മീഡിയമായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് ടൈറ്റ് ആയിട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്ക് ക്ലാമ്പ് അടിച്ചു കൊടുക്കുക. ഇളകാതിരിക്കാനായിട്ട് ക്ലാമ്പ് അടിച്ചു കൊടുക്കുക. നമുക്ക് പൈപ്പ് സ്റ്റഡിയാക്കി വെച്ചതിന് ശേഷം ക്ലാമ്പ് നമുക്ക് അടിച്ചു കൊടുക്കുക. ക്ലാമ്പ് അടിച്ച് ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്യാം. വാൾവ് നമുക്ക് ഓൺ ചെയ്യാം. വാൾവ് അടച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വെള്ളം വരുന്നുണ്ട്. പൈപ്പിലുള്ള ചളി വെള്ളമാണ് ആദ്യം വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ടാപ്പ് സെറ്റ് ചെയ്യാൻ ഇത്രയോ ആവശ്യമുള്ള സാധനങ്ങൾ അടുത്ത വീഡിയോ